ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ, വീഡിയോ ചെയ്തതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന, ജയിലിലടക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റ് അല്ലേ പിണറായി വിജയന്റെ ഗവൺമെന്റ്? ഇപ്പോൾ ഷാജൻ സ്കറിയയുടെ കാര്യത്തിലാണെങ്കിലും ഷാജഹാന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു പല ആളുകളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കണ്ടതല്ലേ. ആ ഗവൺമെന്റാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ വെടിയുണ്ട പായിക്കും നെഞ്ചിലേക്ക് എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട എന്ന് പോലും തീരുമാനിക്കുന്നത്. എന്താണ് ഈ സ്പീക്കർക്ക് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തിയെന്ന് നമ്മൾ കരുതുന്ന? സ്പീക്കർ അങ്ങനെ സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു പദവിയല്ല. ഗവൺമെന്റിനും പറ്റിയെന്നാണ് ഞങ്ങൾ അത്ഭുതപ്പെടുന്നത്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിക്കും എന്ന് പറഞ്ഞാൽ, ആ പറഞ്ഞയാൾ ആ ചാനലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് അയാളെ പോലീസ് ചെന്ന് അറസ്റ്റ് ചെയ്യണ്ടേ? പ്രതിപക്ഷ നേതാവിനെ കൊല്ലും, രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് അയാൾ ആ ചാനലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലീസിന്റെ വണ്ടി ഉണ്ടാവണം അവിടെ അയാൾ അറസ്റ്റ് ചെയ്യാൻ. ഇത്ര ദിവസമായിട്ടും അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പേരിന് മാത്രം ഇന്നലെ ഒരു കേസെടുത്തു. ആ വിഷയം നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് നോട്ടീസ്. ചർച്ച ചെയ്യണമെന്നുള്ള നോട്ടീസ് അവതരിപ്പിക്കാൻ പോലും അതാരാണ്? KPCCയുടെ പ്രസിഡന്റാണ് നോട്ടീസ് കൊടുത്തത്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. അപ്പൊ BJPയെ ഇക്കാര്യത്തിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് വിധേയത്വത്തിന്റെ അങ്ങേയറ്റം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്.